നമ്മളിനി നോക്കാൻ പോണത് ലാർജ് ഡേറ്റാസ്, അതായത് ഒരു പേജിലൊന്നും തികയാത്ത വലിയ വലിയ ഡേറ്റകളുണ്ട്. ഈ ഡേറ്റ പ്രിൻ്റ് എടുക്കുമ്പോൾ ഉള്ള ചില ചലഞ്ചസും അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറേ എൻട്രി ഉള്ള ഒരു ഡേറ്റയാണ്. അപ്പോൾ ഈ ഡേറ്റയിൽ എന്തെങ്കിലും എൻട്രി ഉണ്ടെന്നറിയാൻ നമ്മൾ പഠിച്ചേക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 951 എൻട്രി ഉണ്ട്. വീണ്ടും കൺട്രോൾ അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് റോയിലും നമ്മളെത്തും. ഓക്കെ, അപ്പോൾ ഇത്രയും എൻട്രി ഉള്ള ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഞാൻ കൺട്രോൾ പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് പേജ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മൊത്തം 111 പേജുണ്ട്. അപ്പോൾ ഈ 111 പേജ് പ്രിൻ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതാണെങ്കിൽ പ്രിൻ്റ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ പ്രിവ്യൂ ഉണ്ടോ, ഇതിൻ്റെ ഡേറ്റ് കിട്ടി, ഇൻവോയ്സ് കിട്ടി, പാർട്ടി നെയിം കിട്ടി. പക്ഷേ അത് കഴിഞ്ഞും ഡേറ്റയുണ്ട്. നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐറ്റം കോഡുണ്ട്, കാറ്റഗറി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ഇങ്ങനെ പോരുക. അപ്പോൾ കൺട്രോൾ പി പ്രസ് ചെയ്തിട്ട് ഞാൻ താഴെ അടുത്ത പേജിലേക്ക് പോയാൽ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ പാർട്ടി നെയിമിന് ശേഷമുള്ള ഡേറ്റ ഇതിനകത്ത് കാണിക്കുന്നില്ല, പാർട്ടി നെയിം തന്നെ വീണ്ടും തുടരുവാണ്, ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം കണ്ടു, ഇവിടെ നമുക്ക് ഹെഡറുണ്ട്, പക്ഷേ ഇവിടെ ഹെഡർ ഇല്ല. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്നതാണെന്നൊന്നും പിടികിട്ടത്തില്ല. ഇനി ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ഈ ബ്രേക്ക് ചെയ്ത ഡേറ്റ കയറി വരുന്നുണ്ട്. ഇതാണ്ട് ഇവിടെ പ്രിൻ്റ്, അത് എത്രാമത്തെ പേജിലാണ്? 24ാമത്തെ പേജിൽ. അപ്പോൾ ഇതൊരു വലിയ ചലഞ്ചാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യൂവിലേക്ക് വരുന്നു. ഈ വ്യൂവിൽ നിങ്ങൾക്ക് പേജ് ബ്രേക്ക് പ്രിവ്യൂ കിട്ടും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പേജിൻ്റെ പ്രിവ്യൂ. ഒന്നാമത്തെ പേജ് നമ്മൾ കണ്ട പോലെ ഇത്ര ഇൻഫർമേഷനേ വരുന്നുള്ളൂ. രണ്ടാമത്തെ പേജിൽ ഇങ്ങനെ 3, 4, 5 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയതിന് ശേഷം ഇതുണ്ടോ, 22ാമത്തെ പേജിന് ശേഷം പിന്നെ 23 ഇവിടെ തുടങ്ങുന്നത് അടുത്തതിൽ. അപ്പം ബേസിക്കലി ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രിൻറ്റിങ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേ ഇത് കണ്ടോ, 111ാമത്തെ പേജ് ഇവിടെയുണ്ട്. ഈ 111ാമത്തെ പേജ് നമുക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ വെറും അൺപെയ്ഡ് എന്ന് വേണ്ടി കിട്ടും. പക്ഷെ അതൊരു നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അതിന് നമ്മൾ പേജ് ലേഔട്ടിൽ വരിക. പേജ് ലേഔട്ടിൽ ഇവിടെ പ്രിൻറ്റ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാബുണ്ട്. ക്ലിക്ക് ചെയ്യുക. നമുക്കുള്ള പ്രശ്നങ്ങളിൽ ഒന്ന്, എല്ലാ പേജിലും ഹെഡർ കിട്ടുന്നില്ലെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന റോ എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്യും. നമുക്കപ്പോൾ ഈ ഒന്നാമത്തെ റോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ $1:$1 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്തിട്ട് ഇനി കൺട്രോൾ പി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹെഡർ വന്നു, അടുത്ത പേജിലും ഹെഡർ വന്നു. അപ്പോൾ ഹെഡറിൻ്റെ പ്രശ്നം സോൾവായി. ഇനി വീണ്ടും പ്രിൻ്റ് ടൈറ്റിൽ വന്നാൽ രണ്ടാമത്തെ പ്രശ്നം സോൾവ് ചെയ്യാം. ഇതുകൊണ്ട് പേജ് ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് പോയതിന് ശേഷമാണ് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോണേ. അതിന് പകരം നമ്മൾ ഈ ഓവർ ദെൻ ഡൗൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം നമുക്ക് നോക്കാം. ഇവിടുന്ന് തന്നെ പ്രിൻ്റ് പ്രിവ്യൂ കാണാം. പക്ഷേ നമ്മൾ ഓക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, പേജ് 1 കഴിഞ്ഞ് പേജ് 2 ആണ്. അപ്പോൾ ഇനി പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഡേറ്റ് കിട്ടും, ഇൻവോയ്സ് ട്രാൻസാക്ഷൻ കിട്ടും, പാർട്ടി നെയിം കിട്ടും. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഐറ്റം കോഡ്, കാറ്റഗറി, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്, ബാലൻസ് ഡ്യൂ ഇവിടെ വരെ കിട്ടും. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം. പക്ഷേ ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ചെറുതാക്കാൻ പറ്റും. അപ്പം കാറ്റഗറി, കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ഇതിനകത്ത് തന്നെ കയറി ഇവിടെ വന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് ഇതൊക്കെ. ഇൻവോയ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യാം. അപ്പോൾ 2 പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലായത്.